ഹായ് ഡിയേഴ്സ്, കിസാറ്റിൻ്റെ കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് ക്യാമ്പസിലെ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ബട്ട് മറ്റു ബിടെക് അലോട്ട്മെൻറ്റിനെക്കാട്ടിയും വ്യത്യസ്തമായിട്ടാണ് ബിടെക് മറൈൻ എഞ്ചിനീയറിംഗിൻ്റെ കൗൺസിലിംഗ് ഇപ്പോൾ ഈ വർഷം പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയോ എന്നുള്ളത് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത്. സോ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് പ്രൊഫൈലിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇതിൽ നമുക്കിപ്പോൾ വെബ്സൈറ്റിൽ വന്നേക്കണ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ഇവരൊരു സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷന് വേണ്ടി നമ്മളെ വിളിക്കുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ഫീസ് അടച്ചാൽ മതി എന്നുള്ളതാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അതിൻ്റെ ഷെഡ്യൂള് നമുക്കിപ്പോൾ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ 10th നിങ്ങളുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതിന് 2 കോപ്പീസും നിങ്ങൾ എടുത്തേക്കുക കേട്ടോ. പിന്നെ 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും. അപ്പോൾ 10th സർട്ടിഫിക്കറ്റ് ഉണ്ട്, 12th സർട്ടിഫിക്കറ്റ് ഉണ്ട്, TCയും CCയും ഉണ്ട്. പിന്നെ നിങ്ങൾ കേരളത്തിന് പുറത്തുള്ള സിലബസാണ് പഠിച്ചേക്കണമെങ്കിൽ അതിൻ്റെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ റാങ്ക് സർട്ടിഫിക്കറ്റ്, IMU സെറ്റിൻ്റെ റാങ്ക് സർട്ടിഫിക്കറ്റ് ഇല്ലേ, നിങ്ങൾ ആ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തത്, അതും എടുക്കുക. പിന്നെ നിങ്ങളുടെ 4 പാസ്പോർട്ട് സൈസ് കോപ്പി, ആധാർ കാർഡ് ഒറിജിനലും വേണം, 2 കോപ്പീസ് വേണം. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഇത് നമ്മൾ സാധാരണ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നുള്ള മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അല്ല, DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ഡോക്ടേഴ്സ്, ആ ലിസ്റ്റ് എവിടെ കിട്ടണമെന്ന് ഞാൻ കാണിച്ചു തരാം. അവരുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക, പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്നൊരു പേപ്പർ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് നമ്മൾക്ക് കിട്ടും. ആ ഒരു ഇതായാലും നിങ്ങൾക്ക് മതിയാവുന്നതാണ് കേട്ടോ. പാസ്പോർട്ട് എടുക്കുക, അതെന്തായാലും ആവശ്യമുള്ളതാണ്. ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആവാനുള്ള സാധ്യതയില്ല, പക്ഷേ നമ്മൾക്കത് ചെയ്യാനുള്ള ശ്രമിക്കാം. ഇനി നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഓർക്കുക. നേറ്റിവിറ്റി പ്രൂഫ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് SSLCയുടെ സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്ത്, കേരളത്തിനകത്ത് ജനിച്ചവരാണെങ്കിൽ പ്ലേസ് ഓഫ് ബർത്ത് പറയുന്നുണ്ടെങ്കിൽ അത് മതിയാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അതല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നേറ്റിവിറ്റി പ്രൂഫ് ഉപയോഗിക്കുക. പാസ്പോർട്ടും നിങ്ങൾക്ക് ഈ ഒരു നേറ്റിവിറ്റി പ്രൂഫായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ കേരളത്തിലല്ല ജനിച്ചത്, പക്ഷേ നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും ഒരാൾ കേരളത്തിലെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും കേരളീയനായിട്ട് തന്നെ കണക്കാക്കുന്നതാണ്. സോ അതിനായിട്ട് നമ്മൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ പാരൻസിൻ്റെ നേരത്തെ ഏതെങ്കിലും പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ്, അതായത് അദ്ദേഹം കേരളത്തിലാണ് ജനിച്ചതെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും നിങ്ങളും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അവിടെ ആവശ്യമുണ്ടെന്ന് ഓർക്കുക കേട്ടോ. ഇനി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ എന്തെങ്കിലും റിസർവേഷൻസ് പറയുന്നുണ്ടെങ്കിൽ ലൈക്ക് OBH, OBC, അതുപോലെ തന്നെ SC ST, EWS, അതുപോലെ ഏതെങ്കിലും റിസർവേഷനിലാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആ ഇത് കിട്ടിയേക്കണത്, അലോട്ട്മെൻറ്റ് കിട്ടിയേക്കണമെങ്കിലും അല്ലെങ്കിലും നിങ്ങളത് അല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റിന് അർഹതയുള്ളവർ ആ സർട്ടിഫിക്കറ്റായിട്ട് ഹാജരാക്കുക. എസ്പെഷ്യലി ഞാൻ പറയുവാണ്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്നേക്കുന്നത് ആ ഒരു റിസർവേഷനിലാണ് എങ്കിൽ തീർച്ചയായിട്ടും സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാൽ മാത്രമാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കൺഫേം ആവുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇൻകം സർട്ടിഫിക്കറ്റ്, അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളവർക്ക് മതി ഇൻകം സർട്ടിഫിക്കറ്റ്. ഓക്കെ. ഇനി ഇതിൻ്റെ നമ്മളുടെ ബിടെക് മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഫീസ് സ്ട്രക്ചർ വെബ്സൈറ്റിലുണ്ട്. ആ ഒരു ഡൗൺലോഡ്സിൽ ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ റാങ്കൊക്കെ നോക്കൂലേ, അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അല്ലെങ്കിൽ ഈ കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ വെബ്സൈറ്റിലും ഫീസ് സ്ട്രക്ചർ കിടപ്പുണ്ട്. ഓക്കെ. ഇനി ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. DG ഷിപ്പിംഗ് അപ്രൂവ്ഡിൻ്റെ ഡോക്ടേഴ്സിൻ്റെ പേര് ലിസ്റ്റ് എവിടെയാണ് കിടക്കണേന്നുള്ളത്. ഇനി ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് റിസർവേഷൻ കാറ്റഗറി എന്ന് പറഞ്ഞേക്കുന്നത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ്. പിന്നെ കാൻഡിഡേറ്റ് മേ ബി പ്രൊവിഷണലി അഡ്മിറ്റഡ് ടു ദ പ്രോഗ്രാം ഇഫ് ദേ ആർ പ്രൊഡ്യൂസ് ദ ഡോക്യുമെൻ്ററി എവിഡൻസ് ഫോർ സബ്മിറ്റിംഗ് ദ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ആൻഡ് വെയിറ്റിംഗ് ഡെലിവറി. ഹൗവർ ദേ വിൽ നോട്ട് ഹാവ് ടു സബ്മിറ്റ് ദ വാലിഡ് പാസ്പോർട്ട് ബിഫോർ ദ ക്ലാസ്. നോ ഫർദർ എക്സ്റ്റൻഷൻ ഓഫ് ടൈം ലിമിറ്റ് ഷാൽ ബി ഗിവൺ ഫോർ പ്രൊഡ്യൂസിംഗ് ദ പാസ്പോർട്ട് ഇൻ ഒറിജിനൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത ആ ഒരു ഇതെങ്കിലും നിങ്ങൾ കാണിക്കുക. ഇനി ഇല്ലാത്തവർ അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പാസ്പോർട്ട് അതിനെന്തായാലും കിട്ടുമല്ലോ, അപ്പോൾ അധികം താമസമൊന്നുമില്ല പാസ്പോർട്ട് കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾ പാസ്പോർട്ട് ഇല്ലാത്തവരാണ് ഈ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ, എന്തായാലും പാസ്പോർട്ട് നമുക്ക് ആവശ്യമാണല്ലോ, അതൊന്ന് എടുത്ത് വെച്ചേക്കുക കേട്ടോ. ഓക്കെ. ഇനി കാൻഡിഡേറ്റ് വിൽ ഹാവ് ടു റെമിറ്റ് ദ ഫസ്റ്റ് സെമസ്റ്റർ ഫീ ആസ് ആപ്ലിക്കബിൾ ഇൻ ഫുൾ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. കാൻഡിഡേറ്റ് നീഡ് ടു പേ ദ അഡീഷണൽ ഫീ ഓഫ് PTA, അതുപോലെ ക്യുസാറ്റ് അലൂമിനി, DDF ഫണ്ട്
അല്ലെങ്കിൽ DDF, ഗ്രീൻ ക്യാമ്പസ് ഇനിഷ്യേറ്റീവ് എക്സെട്ര ഡയറക്ട്ലി ടു ദ ഡിപ്പാർട്ട്മെൻറ്റ് ആഫ്റ്റർ ടേക്കിംഗ് അഡ്മിഷൻ. ദോസ് ഹു ഫെയിൽ ടു അറ്റൻഡ് ദ കൗൺസിലിംഗ് സെഷൻ ഓൺ ഡിസ്ക്രൈബ്ഡ് ഡേറ്റ് ആൻഡ് ടൈം ഫിൽ. അതായത് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഇതിലടക്കേണ്ടത് ഫസ്റ്റ് സെമസ്റ്റർ ഫീ ആണ്. അതാണ് ആ വെബ്സൈറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ PTA, DDF എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫീ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ടും കൂടി നിങ്ങളത് ഡിപ്പാർട്ട്മെൻറ്റിൽ അടയ്ക്കേണ്ടതായിട്ട് വരും അഡ്മിഷൻ ആഫ്റ്റർ ടേക്കിംഗ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട്. സാധാരണ നമുക്കതിന് ചെറിയൊരു എമൗണ്ട്, എനിക്ക് തോന്നുന്നു BTech മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ കേസിൽ എനിക്ക് കറക്റ്റ് എമൗണ്ട് അറിയില്ല. അല്ലാതെ BTech കോഴ്സുകൾക്കൊരു 3000 അടുത്തൊക്കെയാണ് ആ ഒരു എമൗണ്ട് വരുന്നത്. ഇത് എങ്ങനെയാണെന്ന് അറിയില്ല. അത് നിങ്ങൾ അവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ച് ചോദിക്കുക തന്നെ വേണം. ഇപ്പോൾ വെബ്സൈറ്റിൽ നമ്പർ ഉണ്ടാവും. അപ്പോൾ അത് അന്ന് തന്നെ കെട്ടണോ അതോ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ട് അതിനൊക്കെ സമയം നമ്മൾ മറ്റ് ക്യാമ്പസിൽ BTechൻ്റെ SOEയിലും ഒക്കെ ഒരു സമയം കൊടുക്കാറുണ്ട് PTA, DDF ഫണ്ടിനൊക്കെ. കാരണം നിങ്ങൾ ട്രാൻസ്ഫർ ആയി പോകുന്നുണ്ടെങ്കിൽ ആ ഫണ്ടൊക്കെ അവർ പിന്നീട് വാങ്ങുള്ളൂ. സോ അങ്ങനെയൊക്കെ നമ്മൾ ഓരോ വർഷവും ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇങ്ങനെയാണ് നടന്നതെന്ന് വെച്ചിട്ട് ഈ വർഷം അങ്ങനെ നടക്കണം എന്നില്ല. അതുകൊണ്ടാണ് ഞാനത് ഉറപ്പിച്ച് പറയാത്തത് കേട്ടോ. ഇത് ആ ഒരു ടൈമിലാണ് അവരുടെ തീരുമാനം കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ ഫീസ് അടക്കാനൊക്കെ പറഞ്ഞ സമയത്ത് ഫീസ് അടക്കുകയോ ഒക്കെ ചെയ്തില്ലെങ്കിൽ അഡ്മിഷൻ ക്യാൻസലായി പോകും. അപ്പോൾ ഓർക്കുക, നമ്മളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അറിയണത് നിങ്ങളുടെ പ്രൊഫൈലിൽ നോക്കി അറിയാൻ പറ്റും. അതിനുശേഷം 24-ാം തീയതിയാണ് ഈ കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ ആ ഒരു ഇതിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് മെയിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. നിങ്ങൾ മെയിലൊന്ന് ചെക്ക് ചെയ്യാമെങ്കിൽ പ്രൊഫൈൽ ഇൻഫർമേഷൻ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഫീസ് അടക്കാൻ, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ ശേഷം ആണ് ഫീസ് അടക്കേണ്ടത്. ഫീസ് അടക്കാൻ നിങ്ങൾക്ക് 26-ാം തീയതി വരെ സമയം തരുന്നുണ്ട്. അതിൻ്റെ റെസിപ്റ്റ് എന്നിട്ട് നിങ്ങൾ ഇവരുടെ മെയിൽ ID പറഞ്ഞിട്ടുണ്ട് KMSME-office@gmail.com എന്നുള്ള മെയിൽ തന്നിട്ടുണ്ട്. ആ പേയ്മെൻറ്റ് ചെയ്തിട്ട് അത് നമ്മൾ അങ്ങനെ അയച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ 30-ാം തീയതിയാണ് നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് 4-ാം തീയതിയാണ് ഈ പറഞ്ഞ പോലെ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വരിക. അതിനുശേഷം 7-ാം തീയതി വരെ അവർക്ക് ഫീസ് അടക്കാം. ഫീസ് അടച്ചതിന് ശേഷം അവർ ഈ ഒരു ഫീ റെസിപ്റ്റ് അത് നിങ്ങൾ മെയിൽ ചെയ്ത് കൊടുക്കണം. പിന്നെ വേക്കൻറ്റ് സ്ലോട്ട് അതൊക്കെ ഉണ്ടെങ്കിൽ റിയൽ ടൈം അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻ്റ് ആയിട്ടൊക്കെ നടത്തുന്നതാണ് ഇവർ പറയുന്നത് കേട്ടോ. ചിലപ്പോൾ ഓൺലൈൻ സ്പോട്ടായിരിക്കും അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിരിക്കും. അപ്പോൾ എന്തായാലും അത് ഇവിടെ ഇപ്പോൾ റിയൽ ടൈം എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഇൻസ്ട്രക്ഷൻ ഈ ഡേറ്റുകളൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ ഉണ്ടാവും വേക്കൻസി സീറ്റ് അനുസരിച്ചിട്ട് കേട്ടോ. അതിനുശേഷം 21/7/2025 ക്ലാസ്സുകൾ ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ്സുകൾ തുടങ്ങും എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ റിപ്പോർട്ട് അറ്റ് ഈ കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് ക്യുസാറ്റ് ഫോർ ഫിസിക്കൽ കൗൺസിലിംഗ് വിത്ത് ഓൾ നെസസറി സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻറ്റ് ലിസ്റ്റഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സർട്ടിഫിക്കറ്റുകളെല്ലാം ആയിട്ട് നിങ്ങൾ നേരിട്ട് ഹാജരാവുക. ഫീ ആപ്ലിക്കബിൾ ഫോർ കാൻഡിഡേറ്റ് ഷുഡ് ബി പെയ്ഡ് ബിഫോർ ദ കട്ട് ഓഫ് ഡേറ്റ്. അതായത് നമ്മൾ ഓരോ ഡേറ്റ് പറഞ്ഞില്ലേ അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ആ ഒരു ഫീസ് അടച്ചിട്ട് അത് മെയിൽ ചെയ്യണം കേട്ടോ. പ്ലീസ് വിസിറ്റ് ദ ബിലോ മെൻഷൻ വെബ്സൈറ്റ് റെഗുലർലി ആൻഡ് ഫോളോ പ്രസ് റിലീസ് ഫർദർ അപ്ഡേറ്റ്. നിങ്ങൾ അഡ്മിഷൻ്റെ വെബ്സൈറ്റ് നോക്കണം. കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ ഇടയ്ക്ക് നോക്കണം കേട്ടോ. ഇനി ദോസ് ഹൂ ഫെയിൽ ടു രജിസ്റ്റർ അറ്റ് കൗണ്ടർ ഫോർ ദ കൗൺസിലിംഗ് അറ്റ് KMSME ബിഫോർ ദ കട്ട് ഓഫ് ടൈം. അതായത് 10 മണിക്ക് മുമ്പാണ് പറഞ്ഞേക്കണേ. ഇപ്പം നമ്മൾ ആ കൗൺസിലിംഗ് പറഞ്ഞിട്ടുണ്ടല്ലോ അതിന് എപ്പോഴെങ്കിലും ചെല്ലാന്നുള്ളതല്ല കേട്ടോ പറഞ്ഞേക്കണേ. നമുക്കൊരു 10 മണിക്ക് രജിസ്ട്രേഷനുണ്ട്. അതിനുള്ളിൽ തന്നെ നമ്മൾ ചെല്ലണം. എന്നിട്ട് രജിസ്റ്റർ ചെയ്യണം. ചെന്ന് കഴിഞ്ഞാൽ അതായത് ഈ നമ്മുടെ റാങ്കിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് തന്നെയായിരിക്കും കൗൺസിലിംഗ് നടക്കുക. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ ചിലപ്പോൾ എല്ലാ റാങ്കുകാരും അവിടെ വരണമെന്നില്ലല്ലോ. സോ ആ രജിസ്റ്റർ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര റാങ്കുകാർ വന്നിട്ടുണ്ട് എന്നുള്ളതനുസരിച്ചിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് അനുസരിച്ചിട്ടായിരിക്കും വിളിക്കാൻ ചാൻസ്. സോ നിങ്ങൾ ഈ 10 മണിക്ക് മുമ്പ് തന്നെ ഈ പറയുന്ന ക്യാമ്പസിലെത്തി രജിസ്ട്രേഷൻ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കുക കേട്ടോ. പിന്നെ ഞാൻ ഈ DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, വെബ്സൈറ്റ് KMSME.QSAT.AC.in. അതിൽ നിങ്ങൾ ഇവിടെ കണ്ടോ മെഡിക്കൽ ഈ ഫസ്റ്റ് തന്നെ ഓടി പോകുന്നുണ്ട് ഈ മെഡിക്കൽ എക്സാമിനേഴ്സിൻ്റെ DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ്. ഇതാണ്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അത് മിക്ക ഡിസ്ട്രിക്റ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഫോൺ നമ്പേഴ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോണിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് എപ്പോഴാണ് ടൈം വരേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ചെല്ലുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും കേട്ടോ. ഇവിടെ ഓരോ ഡിസ്ട്രിക്റ്റിലുള്ള ആ ഒരു ഇപ്പോൾ എറണാകുളത്താണ് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണുന്നുണ്ട്, കണ്ണൂരുണ്ട്, കൊച്ചി ഉണ്ട്, അതുപോലെ തന്നെ
കോഴിക്കോടുണ്ട്, കൊല്ലമുണ്ട്, അതുപോലെ തിരുവനന്തപുരമുണ്ട്, തൃശ്ശൂരുണ്ട്, കാസർഗോഡുണ്ട്. അപ്പോൾ ഇത്രയും കോളേജുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കോളേജല്ല, ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ്, അവരുടെ പേരുണ്ട്, അവരുടെ അഡ്രസ്സ് ഉണ്ട്, അവരുടെ ഫോൺ നമ്പേഴ്സ് ഉണ്ട്. സോ നിങ്ങൾക്കിതിൽ വിളിച്ച് ചോദിച്ചിട്ട് എപ്പോഴാണോ ടൈം അവർക്ക് ഉള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈം ലിമിറ്റോ അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം ഇത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ലേ ചെല്ലണത്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫോം നമ്മൾ കൊണ്ടുവരണോ, അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്ത് തരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഒരു ടൈമും ഡേറ്റും ഒക്കെ ഈ പറഞ്ഞ ഡേറ്റിന്, അതായത് നമ്മൾ കൗൺസിലിങ്ങിന് പോകുന്നതിന് മുമ്പായിട്ടൊരു ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ട് ചെല്ലാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലാതെ ഈ ഒരു പ്ലേസ് അന്വേഷിച്ചിട്ട് ഓടിച്ചെന്നിട്ട് ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടാൻ നിങ്ങൾക്ക് വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി, അല്ലെങ്കിൽ വിളിച്ച് അവരുടെ ഇൻഫർമേഷൻ ഏത് രീതിയിലാണ് ഞങ്ങൾ വരേണ്ടതെന്ന് ചോദിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.